ഹായ് ഗായ്സ്, എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു രുചിയേറിയ ചിക്കൻ കടായി റെസിപ്പി തയ്യാറാക്കാം. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ലൈക്കും കൂടി ഒന്ന് ചിക്കനാ ചിക്കൻ കടായിൽ കടായി വഴക്കോ ആദ്യം നെയ്യുരുക്കി കടായി വഴക്കണം. എന്നിട്ട് എണ്ണ നേരത്തെ കുടിപ്പിച്ച് വെക്കണം. ഞങ്ങൾ വക്കീൽ സാറിന്റെ പരിചയം അതെ ആ കേടായിട്ട് ഞാൻ റിപ്പയർ ചെയ്ത് കഴിച്ചോളാം. ഇവന്മാർ ഇത് എവിടെ പോയി? ഞാനേ ചേച്ചി കടായി ചിക്കൻ ഉണ്ടാക്കാൻ പഠിക്കും. വീട്ടിൽ എത്ര വേലക്കാരുണ്ടെങ്കിലും സ്വന്തം ഭാര്യമാരുടെ കൈവച്ചുണ്ടാക്കുന്ന രുചി ഒന്ന് വേറെ തന്നെ. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, വെള്ള ജീരകം, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പും 2 സ്പൂൺ വിനാഗിരി വെച്ചിട്ട് ചിക്കൻ അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. രണ്ട് വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. ഇനി വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ ചിക്കൻ മസാല തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പാൻ വെച്ചിട്ട് ചിക്കൻ പൊരിച്ചിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ബാക്കി വന്നാൽ അതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി വെളുത്തുള്ളി ഇഞ്ചിയും നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ടെടുക്കണം. കറിവേപ്പിലൊക്കെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ഇട്ടെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടെടുക്കുക. ഇനി നല്ല പോലെ ഇത് സോഫ്റ്റായിട്ടൊന്ന് കുക്കായി വരണം. നമുക്കത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ സോഫ്റ്റായി വന്നതിന് ശേഷം ഞാൻ 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 സ്പൂൺ സോയാ സോസും പിന്നെ ടൊമാറ്റോ സോസ് ഒരു 3-4 ഒരു സ്പൂൺ ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഉണക്കമുളക് ഒന്ന് ക്രഷ് ചെയ്ത് അതും ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളി ഗരം മസാല ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുക്കുക. അപ്പോൾ ഞാനൊരു കൈ നിറയെ മല്ലിച്ചപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും കാണാം. ഓക്കെ, ബൈ.